സാറേ, എല്ലാ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷെ ചില മാധ്യമങ്ങൾക്ക് ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്നൊക്കെ ഇടുമ്പോൾ ഇവര് ഇന്ത്യക്ക് ആണ്, ഇന്ത്യയെ കുറിച്ചാണ് പറയുന്നതെന്നല്ല, അത് BJP ആയതുകൊണ്ട് ആ സർക്കാരിന് തിരിച്ചടി കിട്ടി, അത് വലിയ ആഘോഷത്തോടെയാണ് എടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഗവർണർ RSS കാരനായതുകൊണ്ട് ഗവർണർക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി. ഈ ഗവർണർ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു പൗരനാണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്കാരനെയാണ് നമ്മൾ പറയുന്നത്, ഇന്ത്യയിൽ ഇരുന്നതൊന്നും അല്ല ഇവർ ചിന്തിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു നിലപാടുമായി ഇവർ റസൂൽ പൂക്കുട്ടിയുടെ അടുത്ത് IFFK നടക്കുന്നു. അവിടെ ഏകദേശം 181 ചിത്രങ്ങൾക്ക് വിലക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് ആ സിനിമകൾക്ക് വിലക്ക്. പക്ഷേ ഇവരത് സമ്മതിക്കില്ല. കേന്ദ്ര സർക്കാർ സിനിമകളെ വിലക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലത്തെ ബ്രേക്കിങ്ങുകളെല്ലാം വന്നത്. റസൂൽ പൂക്കുട്ടി അതിന് കൃത്യമായ മറുപടി കൊടുത്തപ്പോൾ ദിലീപിന്റെ പുതിയ സിനിമ പോലെ പല മാപ്രകൾക്കും ബബ്ബ അടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. സത്യത്തിൽ ഇതുപോലെയല്ലേ എല്ലാവരും മറുപടി പറയേണ്ടത്? ഇങ്ങനെ തന്നെ മറുപടി പറയണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഈ അമേരിക്കൻ സിനിമകൾ എത്രയോ വർഷങ്ങളായിട്ട് അമേരിക്കൻ സംസ്കാരവും അവരുടെ നയവും ഹോളിവുഡിലൂടെ ഒളിച്ചു കിടക്കുന്നുണ്ട്. അത് അവരുടെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ളതാണ്. എന്നതുപോലെ ഇന്ത്യയെ ഇടിച്ചു താഴ്ത്തുന്ന ഒരു കൾച്ചറൽ ഇൻഫ്ലുവേഷൻ, അതിനെന്താണ് പറയേണ്ടത്, ഒരു അധിനിവേശം, നമ്മൾ ഡൊമിനേഷൻ, അത് നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിരന്തരമായിട്ട് വിദേശത്ത് ഉള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ സിനിമ പോലും സ്ലം ഡോഗ് മില്യനിയർ ആണ്. ഇന്ത്യയെ അവഹേളിക്കുന്ന ഒരു സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് ഓസ്കാർ സംഗീതത്തിന് കിട്ടുന്നതെന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അജണ്ട വെച്ച് പെരുമാറുന്ന പല സിനിമകളെയും നേരത്തെ നമ്മളങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. കാരണം സിനിമയുടെ രാഷ്ട്രീയത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ കരുതുന്ന കുറേയേറെ രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത്തരം ഇതിനെയൊക്കെ പിന്തുണക്കുന്ന മാധ്യമങ്ങൾക്ക് ഒപ്പം നിൽക്കുക എന്ന അജണ്ടയും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന പോലെ സാംസ്കാരികമായ ഇത്തരം ഒളിച്ചു കടത്തലുകളെ എങ്ങനെ ബ്ലോക്ക് ചെയ്യാം എന്നത് വളരെ നിരന്തരമായി ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ വിരുദ്ധതയുടെ കണ്ടന്റുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത ഘടകങ്ങളുള്ള ഏകദേശം 14ഓളം സിനിമകളെന്നാണ് ഞാനത് വായിച്ചത്. അതിൽ കൂടുതലുണ്ടോ എന്ന് അറിഞ്ഞു. ഇന്ന് 181 അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോ കുറച്ച് മുന്നേ കണ്ടത്. അങ്ങനെങ്കിൽ ഓക്കെ, അത്രയും ആകാം. ഒരു പക്ഷേ സെലക്ഷൻ ലിസ്റ്റിലേക്ക് വരുമ്പോൾ നിരോധിച്ചതായിരിക്കും, ഒഴിവാക്കിയതായിരിക്കാം. അത്രയും സിനിമകളെ ഒഴിവാക്കുന്നു. ഇതൊരു വാർത്തയാകുന്ന ഇന്ത്യയിൽ മാത്രമാണ്. ഓസ്കർ നോമിനേഷൻ എത്രയോ സിനിമകൾ നോമിനേഷൻ കൊടുക്കുന്നു, അവർ പരിഗണിക്കുന്നില്ല. എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? കാൻ ഫിലിം ഫെസ്റ്റിവലില് നമ്മളെ കൊടുക്കും, ഓരോരുത്തർ എൻട്രിക്ക് കൊടുക്കും, ആരും അത് പരിഗണിക്കുകയില്ല. പരിഗണിക്കാത്തതിനെ ആര് പരിഗണിക്കില്ലെന്ന് വെച്ചാൽ വാർത്താ മാധ്യമങ്ങൾ അത് പരിഗണിക്കുകയില്ല. അർഹതയുള്ളവർക്ക് അത് കിട്ടും, അതല്ല എങ്കിൽ അത് തള്ളപ്പെടും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളർന്നു വരുന്നൊരു സൂപ്പർ പവറാണ്. ആ സൂപ്പർ പവറിന്റെ ബലഹീനതകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, ഇവിടെ കമ്മ്യൂണൽ ഇഷ്യൂസ് കൊണ്ടുവരാൻ വേണ്ടി, രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി, ഇന്ത്യക്കാരന്റെ വളർന്നു വരുന്ന ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുവാനോ കുറക്കുവാനോ വേണ്ടി മനഃശാസ്ത്രപരമായ ഒരു യുദ്ധമാണ് ആഗോള സിനിമാ മേഖലയിൽ മേധാവിത്വമുള്ള അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ചില ഫണ്ടമെന്റലിസ്റ്റുകളുടെ സിനിമകളും ഇതിലുണ്ട്. അപ്പൊ അത്തരം സിനിമകളെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വളച്ചൊടിച്ച വ്യാഖ്യാനങ്ങളുള്ള, അതായത് നമ്മൾ അനുവദിക്കാത്ത കുറെ കണ്ടന്റുകളുള്ള, പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സെക്സും വയലൻസും കൂടുതലുള്ള ഇത്തരം സിനിമകൾ നമ്മൾ നിരോധിച്ചു. ഇങ്ങനെ നിരോധിക്കുമ്പോൾ അത് ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസിയുടെ ഭാഗമാണ് എന്നത് മാത്രമല്ല, ഒരു ഗവൺമെന്റിന് അതിനുള്ള വിവേചന അധികാരമുണ്ട് ലോകത്തെല്ലായിടത്തും. ഇതിനെയാണ് എതിർക്കുവാനായിട്ട് കഴിഞ്ഞ ദിവസം റസൂൽ പൂക്കുട്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നേരെ ചെല്ലുന്നത്. അവർ പ്രതീക്ഷിച്ചൊരു കാര്യമുണ്ട്. റസൂൽ പൂക്കുട്ടി, ആ പേര് ഒരു വിരുദ്ധ സ്വഭാവമുള്ളതെന്ന് ഇവരിങ്ങനെ വെച്ചിട്ട്, അതായത് എല്ലാ മുസ്ലിങ്ങളും മോദിയെ അല്ലെ കേന്ദ്രത്തിനെ കുറ്റം പറയാൻ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു വലിയ കോൾ അടിച്ചിടാന്ന് പറഞ്ഞാണ് ഓടിച്ചെന്നത്. പക്ഷെ അദ്ദേഹം വയറ് നിറച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്ത്യക്കാരല്ലേ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഡിപ്ലോമസിയുമായിട്ടും ഫോറിൻ പോളിസിയുമായിട്ടും ബന്ധപ്പെട്ടത് കൊണ്ടായിരിക്കും അത് മാറ്റിയത്. അദ്ദേഹം ആദ്യമേ തന്നെ അത് പറഞ്ഞ്, രണ്ടാമത് ചോദിച്ചപ്പോഴാണ് ചോദിച്ചത് നിങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. നമ്മളുടെ ഗവൺമെന്റിന്റെ പോളിസികൾ നമ്മൾ അംഗീകരിക്കുക, അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതല്ല ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ നമ്മളുടെ കടമ. അത് വീണ്ടും വരെ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം സംസാരം കുറച്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റിയതോടുകൂടി നമ്മുടെ മാപ്രകളുടെ നിലവാരം മനസ്സിലായി. പലർക്കും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം വളരെ അക്കാദമിക് മികവുള്ളൊരു വ്യക്തിയാണ്. പല രാജ്യാന്തര ചലച്ചിത്ര ഉത്സവങ്ങളിലും പങ്കെടുത്തിട്ടുള്ളതും ജൂറിയുടെയൊക്കെ ജഡ്ജിയായും ഒക്കെ ഇരുന്നിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുണ്ട്. ആ യോഗ്യതയുള്ള ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തെ ചൊറിയാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ഒന്നൊന്നര മാന്ത കൊടുത്തു. ഇത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇനിയെങ്കിലും മനസ്സിലാക്കുക.
നമ്മൾ തേജസ് തകർന്നു വീണാൽ ഇമോജി ഇടുന്ന ഇന്ത്യക്കാരെ കാണാം. അതെ അതെ. കാർഗിൽ യുദ്ധത്തിൽ നമ്മളുടെ ജവാന്മാർ മരിച്ചെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന ഇന്ത്യക്കാരെ കാണാം. ഇതോടൊപ്പം തന്നെ നമ്മൾ അതിർത്തിയിൽ ഭീകരാക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് കഴിവുകേടാണെന്നും പറഞ്ഞ് അത് ദുഃഖിക്കുകയല്ല, വിഷമിക്കുകയല്ല ചെയ്യുന്നത്, അത് കഴിവുകേടാണെന്നും പറഞ്ഞ് എല്ലാത്തിനെയും രാഷ്ട്രീയമായി കാണുന്ന, ആ രാഷ്ട്രീയമായി കാണുന്നവരുടെയിൽ രാഷ്ട്രീയവൽക്കരിച്ച വലിയൊരു പത്ര സംസ്കാരമുള്ള അല്ലെ പത്ര തൊഴിലാളികളുള്ള യൂണിയൻ, രാഷ്ട്രീയ യൂണിയൻ പ്രവർത്തനം പോലെ പത്രപ്രവർത്തനത്തെ നടത്തുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്. ഒരു മഹാൻ ഒരിക്കല് ഒരു ചാനലിൽ ഇരുന്ന് വിപ്ലവഗാനം പാടുന്നത് കണ്ടു. അപ്പോ എന്താണ് ഇയാളുടെ രാഷ്ട്രീയം എന്ന് അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ നിഷ്പക്ഷരല്ല, പക്ഷം പിടിച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതേ സാധനമായിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ എന്റെ രാഷ്ട്രീയവും റിപ്പോർട്ടർ ചാനലിന്റെ രാഷ്ട്രീയവും ഇപ്പോഴത്തെ റിപ്പോർട്ടറല്ല, നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നപ്പോൾ, ഞാൻ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറായിരുന്നു, തിരുവനന്തപുരം ബ്യൂറോയിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. എന്നെ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം എന്റെ രാഷ്ട്രീയം ചോദിച്ചു. അപ്പൊ ഒരുപാട് പേർ എന്നോട് പറയും, പിന്നെ ജോലിക്ക് കയറുമ്പോൾ രാഷ്ട്രീയം പറയരുത്, അത് നെഗറ്റീവ് ആവും രാഷ്ട്രീയം പറയുന്ന. എന്റെ ഒരു നെഗറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ എന്റെ രാഷ്ട്രീയം ഞാൻ പറയും, ഞാൻ സത്യസന്ധമായി എന്റെ രാഷ്ട്രീയം പറയും. പറഞ്ഞിട്ട് ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറയും, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഏത് രാഷ്ട്രീയത്തെയാണോ പിന്തുണയ്ക്കുന്നത് അതുമായി മുന്നോട്ട് പോകും. എന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ സ്വകാര്യതയാണ്. അത് പിന്നെ ജനങ്ങൾ മുന്നിലേക്ക് അടിച്ചേൽപ്പിക്കലല്ല എന്റെ ജോലി എന്ന് പറയുന്നത്. അത് എന്റെ ചാനൽ ഏത് രാഷ്ട്രീയത്തെയാണോ പിന്തുണയ്ക്കുന്നത് ആ രാഷ്ട്രീയവുമായി ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമായി അദ്ദേഹം തള്ളിപ്പറയുന്ന രാഷ്ട്രീയവുമായി 1000 മൈൽ അകലെ നിൽക്കുന്ന രാഷ്ട്രീയമാണ് എന്റെ രാഷ്ട്രീയം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ രാഷ്ട്രീയമല്ല നോക്കുന്നത്, കഴിവാണ് നോക്കുന്നത്. ആ കഴിവ് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളെ ഞാൻ ജോലിയിൽ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ ജോലിയിൽ എടുക്കുന്നത്. ഏകദേശം 1 വർഷത്തോളം അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തു. പിന്നീട് ബാക്കി അതിൻ്റെതായ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് രാഷ്ട്രീയം പറയാം, നമ്മുടെ രാഷ്ട്രീയം കാണിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ അട്ടപ്പാടിയിൽ ശിശുമരണം ഉണ്ടാകുമ്പോൾ സർക്കാർ അവിടെ ബജറ്റിൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അവിടെ പണം കൊടുക്കാത്തത് കൊണ്ടാണ് ആ ശിശുമരണം ഉണ്ടായത്. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ആ കൊടുക്കാതിരിക്കുമ്പോഴേ വാർത്ത ചെയ്യുക, മരിക്കുമ്പോഴല്ല അത് വാർത്ത ചെയ്യേണ്ടത്. മരണപ്പെടുമ്പോഴാണ് ഈ സർക്കാരിന്റെ കഴിവുകേടാണ് അല്ലെങ്കിൽ സർക്കാർ നെറുകേട് കാണിച്ചു, പിന്നെ ഇത്തരത്തിൽ ശിശുമരണം സംഭവിച്ചു അട്ടപ്പാടി. എന്തുകൊണ്ട് ഇതിനു മുൻപേ നിങ്ങൾ എല്ലാ വിവരാവകാശം, ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ ഏത് കമ്പനിയുടെ പണം വാങ്ങിയാണ് പഠിച്ചത് എന്നുള്ളതിന്റെ വിവരാവകാശ രേഖ അന്വേഷിച്ച് നടക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അന്വേഷിച്ച് നടക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. മോദിക്ക് ഏതെങ്കിലും പെണ്ണ് കേസ് ഉണ്ടോ എങ്കിൽ അതിനെ കുത്തിപ്പൊക്കി കേരളത്തിൽ പിന്നെ കുറച്ച് ദിവസം മോദിയുടെ പെണ്ണ് കേസ് കൊണ്ടുപോവാ എന്ന് ചിന്തിക്കുക. കാരണം മാധ്യമം എന്ന് പറയുന്നത് ഇപ്പോ റേറ്റിംഗും അതനുസരിച്ച് മാറിക്കഴിഞ്ഞു, പണം വേണം. അതുകൊണ്ട് എന്ത് നെറുകേടും എന്ത് രീതിയിൽ ഇപ്പോൾ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ അത് ഭരിക്കുന്ന പാർട്ടിയുടെ, മറ്റൊരു ചാനൽ എന്ന് പറയുമ്പോൾ അത് കേന്ദ്രത്തിന്റെ പാർട്ടിയുടെ, മറ്റൊന്ന് കേരള പ്രതിപക്ഷത്തിന്റെ, അങ്ങനെ ഓരോന്നിനും പാർട്ടി ബേസ്ഡ് ചാനലുകളായി മാറി. അപ്പൊ ജനങ്ങൾ നോക്കുമ്പോൾ ഏതിനെ വിശ്വസിക്കണം ഏതിനെ അവിശ്വസിക്കണം ഇതൊന്നും ജനങ്ങൾക്ക് അറിയില്ല. ആ ലെവലിലേക്ക് പോകണം. അപ്പോഴാണ് ഈ രഞ്ജീവ് പണിക്കരെ പോലെ റസൂൽ പൂക്കുട്ടിയെ പോലെയൊക്കെ ഉള്ള കുറെ പേർ രംഗത്തെത്തുന്നത്, കൃത്യമായ മറുപടി നൽകുന്നത്. ഇതില് ഫോർത്ത് എസ്റ്റേറ്റിന്റെ ചുമതല എന്ന് പറയുന്നത് രാജ്യത്തെ എതിർക്കുകയല്ല, ജുഡീഷ്യറി പോലെ നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ജുഡീഷ്യറി അതിലേക്ക് വഴങ്ങാത്തത് കൊണ്ട് ഇവർക്ക് വലിയ സങ്കടമുണ്ട്. പക്ഷെ എന്നാൽ ഇവർ ജുഡീഷ്യറിയെ കണ്ട് പഠിക്കുന്നില്ല, ഇവർക്ക് പക്ഷം പിടിക്കാതെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവർ വായിലേക്ക് മെയ്ക്ക് തിരുകുകയാണ് അവർക്ക് ഇഷ്ടമുള്ളത് പറയാൻ വേണ്ടി. അപ്പോ രഞ്ജിത്ത് പണിക്കർ കൊടുത്തത് ഒരു 1.5 പണിയായി. ടൊവിനോയും ഇടയ്ക്ക് അത്രയും കൊടുത്തില്ല. ടൊവിനോയും പറഞ്ഞു ഈ പറഞ്ഞത് മാത്രമേ ഇടാവൂ, കാരണം ആളുകൾക്ക് പേടിയാണ്. അങ്ങനെ കാരണം ആളുകൾക്ക് പേടിയാണ്. കാരണം നമ്മൾ പറയുന്നതിന്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യും. ഇപ്പൊ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് സാർ ഞാൻ ഒരാഴ്ച മുമ്പ് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഞാൻ കാണാറുണ്ട്, ഓൺലൈനിലൊക്കെ ഉള്ളത് കാണാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്നിപ്പോൾ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നിട്ടൊരു ചാനലിന്റെ പേരും പറഞ്ഞിട്ട് ആ ചാനലിലെ ആളുകൾ കിടന്ന് കാണിക്കുന്ന വൃത്തികേടുകൾ സത്യത്തിൽ പിന്നെ പോലീസിൽ പരാതി കൊടുത്താൽ സ്ഥാനയില്ല. ഇവനെയൊക്കെ ആ സ്റ്റുഡിയോ റൂമിൽ കയറി അടിക്കാനാണ് എനിക്ക് തോന്നുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ജീവിതം വെച്ചാണ് ഇവനൊക്കെ കളിക്കുന്നത്. ചാനൽ തുറക്കാൻ വയ്യ, പിള്ളേരെ കണ്ണും കാതും പോതും, അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമ്മൾ ആ രീതിയിലേക്ക് ഒരു മഞ്ഞ ആ ഒരു രീതിയിലേക്ക്
ഈ കുറെ ഇപ്പൊ പുതിയതായി സാങ്കേതിക വിദ്യയിലും മറ്റ് മറിച്ച് കൊണ്ടുവരുന്ന കുറെ ആളുകൾ കേരളത്തിലെ പത്രപ്രവർത്തന മേഖലയെ ആ ലെവലിലേക്ക് ആക്കി കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അടപ്പുകൂട്ടി ചർച്ചകൾക്ക് പ്രേക്ഷകര് ഒരു വിഭാഗങ്ങളും ഉള്ളത് ഇത്തരം മാധ്യമ പ്രവർത്തനങ്ങൾക്കുള്ളൊരു പ്രോത്സാഹനമാണ്. പക്ഷെ കൊള്ളാവുന്ന ആൾക്കാർ ഇതേപോലെ പ്രതികരിക്കണം. അദ്ദേഹം അത് ആധികാരികമായിട്ട് പ്രതികരിക്കാൻ ശേഷിയും യോഗ്യതയും ഉള്ളയാളാണ്. വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ തന്നെയാണ് വേണ്ടതെന്ന് തോന്നി. അതെ.